السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله وحده لا شريك له الحق المبين، وأشهد أن محمدا عبده ورسوله الصادق الأمين. أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون، فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده، وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. وصلوات الله عليه وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله لا إله إلا هو الحي القيوم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം അസ്മാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുനാമങ്ങൾ എന്ന വിഷയത്തിലുള്ള മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ആദ്യ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിൻ്റെ മഹത്വവും അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും നിർദ്ദേശങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. രണ്ടാമത്തെ ക്ലാസ്സിൽ ഇസ്മുൽ ജലാല, അള്ളാഹുവിൻ്റെ ജലാലത്തിനെ, മഹത്വത്തെ അറിയിക്കുന്ന അവൻ്റെ പ്രഥമ നാമമായ അള്ളാഹു എന്ന നാമത്തിൻ്റെ മഹത്വവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ആ വാക്ക് വരുന്ന ദിക്റുകളും നാം പഠിച്ചിരിക്കേണ്ടുന്ന പ്രാർത്ഥനകളുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ബിഇദ്നില്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ അതിമഹനീയമായ നാമം ഏതാണ് എന്ന പണ്ഡിതന്മാർക്കിടയിലെ ചർച്ചയും അതിൽ രണ്ട് നാമങ്ങൾ ഏതൊക്കെയാണ് എന്നും അവയുടെ വിശദീകരണമൊക്കെയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഇസ്മുല്ലാഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹനീയമായ നാമത്തിൻ്റെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, അതുകൊണ്ട് ചോദിക്കപ്പെട്ടാൽ ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും. ചോദിച്ചാൽ കിട്ടുമെന്നുറപ്പുള്ള, പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാവുന്ന അള്ളാഹുവിൻ്റെ നാമമാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം, ഏറ്റവും മഹത്തായ നാമം എന്ന് പണ്ഡിതന്മാർ പ്രവാചക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായും 4 വീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഒന്ന്, ഇങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രത്യേക നാമം ഇല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളുടെയും ആശയം ഒതുങ്ങുന്ന വിവരത്തിനാണ് ഇസ്മുല്ലാഹിൽ അഅ്ളം, മഹത്തായ നാമം എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക നാമത്തെ മാറ്റി നിർത്താതെ അള്ളാഹുവിൻ്റെ മുഴുവൻ നാമങ്ങളും ഉൾക്കൊള്ളുന്ന ആശയത്തിനാണ്
അള്ളാഹുവിൻ്റെ മഹത്തായ നാമം എന്ന് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർക്കിടയിലെ ഒരു വീക്ഷണം. രണ്ടാമത്തേത്, അള്ളാഹു എന്ന മഹനീയമായ നാമമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമമെന്നും ഇസ്മുല്ലാഹിൽ അഅ്ലമിനെ സൂചിപ്പിക്കുന്ന മുഴുവൻ ഹദീസുകളിലും ആ കാര്യം വന്നിട്ടുണ്ട് എന്നും ഇതര നാമങ്ങളിൽക്കില്ലാത്ത പല പ്രത്യേകതകളും അള്ളാഹു എന്ന നാമത്തിനുണ്ട് എന്നും ഇതര നാമങ്ങളെ ആ നാമത്തിലേക്ക് ചേർത്തിയാണ് പറയുന്നത് എന്നും അതുകൊണ്ട് അള്ളാഹു എന്ന നാമമാണ് ഏറ്റവും മഹത്തായ ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന പേരിൽ അറിയപ്പെടുന്ന നാമം എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. അള്ളാഹു എന്ന നാമത്തിൻ്റെ കാര്യങ്ങൾ വിശദമായി തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു വീക്ഷണം, അർ റഹ്മാൻ റഹീം, അർ റഹ്മാൻ അർ റഹീം എന്നീ രണ്ട് നാമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നാണ് മൂന്നാമത്തെ ഒരു വീക്ഷണം. അത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. നാലാമത്തേത് അൽ ഹയ്യ് അൽ ഖയ്യൂം, അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നതാണ് നാലാമത്തെ വീക്ഷണം. മിക്ക ഹദീസുകളിലും ഈ നാമം വന്നിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല, മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയെ പോലുള്ള ആധുനിക പണ്ഡിതന്മാരൊക്കെ ഈ വീക്ഷണമാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായി തന്നെ ഈ ഒരു ആശയം നമ്മൾ ഇന്ന് ചർച്ചക്കെടുക്കുകയാണ്. അബൂ അബ്ദില്ലാഹ് റഹിമഹുല്ല പറയുകയാണ്, വഖദ് ഇഖ്താറ ഫീഹി അന്ന ഇസ്മല്ലാഹിൽ അഅ്ലം ഹുവല്ലാഹ്, അല്ലാഹു എന്നതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നാണ് ഇബ്നു മന്ദഹ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല തൻ്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്നതാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറയുകയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ അഭിപ്രായം, വസ്സവാബു അന്നൽ അഅ്ലം ബിമഅനൽ അലീം വഅന്ന അസ്മാഅല്ലാഹി സുബ്ഹാനഹു കുല്ലുഹാ ഹുസ്ന വകുല്ലുഹാ അലീമ വമൻ സഅലല്ലാഹ സുബ്ഹാനഹു ബിശൈഇൻ മിൻഹാ സ്വാദിഖൻ മുഖ്ലിസൻ സാലിമൻ മിനൽ മവാനിഇ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മാറി നിന്ന് കെട്ടിക്കുടുക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ഏത് നാമങ്ങൾ മുൻനിർത്തി പ്രാർത്ഥിക്കുകയാണെങ്കിലും ഉത്തരം കിട്ടും എന്നതുകൊണ്ട് എല്ലാ നാമങ്ങളും ഉൾക്കൊള്ളുന്ന ആശയത്തിനാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്ന് പറയുന്നത് എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചക്കൊടുവിൽ അദ്ദേഹം പറയുകയാണ്, 14ഓളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വീക്ഷണത്തിന് അതിൻ്റെതായ തെളിവുകളുമുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ വിശാലമായ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമായിട്ടാണ് ഇതിനെ കാണേണ്ടത് എന്ന് അദ്ദേഹം പറയുകയും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമത്തിനാണ് താൻ മുൻഗണന നൽകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇനി നോക്കൂ നിങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടു വന്നിട്ടുള്ള ഹദീസുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ചക്കെടുക്കാം. ഇമാം ഇബ്നു മാജ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അബു ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇസ്മുല്ലാഹിൽ അഅ്ലം, അല്ലാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമം, ഫീ സുവരിൻ മിനൽ ഖുർആനി സലാസ്, വിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകളിലാണ് അടങ്ങിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 3 സൂറത്തുകളിലാണ് അള്ളാഹുവിൻ്റെ ഈ അതിമഹത്തായ നാമം അടങ്ങിയിട്ടുള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ സൂറത്തുകൾ ഏതൊക്കെയൊന്നും തിരുദൂതർ തന്നെ പറഞ്ഞു. ഫിൽ ബഖറ വ ആലി ഇമ്രാൻ വ ത്വാഹ, അൽ ബഖറയിലും ആലു ഇമ്രാനിലും സൂറത്തു ത്വാഹയിലുമാണ്, ആ 3 സൂറത്തുകളിലാണ് ഈ നാമങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇമാം ഇബ്നു മാജ 3856 നമ്പറായി ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ് അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലയെ പോലുള്ള ഹദീസ് പണ്ഡിതന്മാർ ഹസനുൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ്. ഒരു ഹദീസിൽ കാണാം, ഇസ്മുല്ലാഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ്, ചോദിച്ചാൽ ഉത്തരം കിട്ടും എന്ന് ഉറപ്പിക്കാവുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഫീ സുവരിൻ സലാസ്, 3 സൂറത്തുകളിലാണ്, അൽ ബഖറ വ ആലി ഇമ്രാൻ വ ത്വാഹ. ഈ ഹദീസിൻ്റെ നിവേദക പരമ്പരയിലുള്ള ഖാസിം അബു അബ്ദുറഹ്മാൻ റഹിമഹുല്ല പറയുകയാണ്, ഈ 3 സൂറത്തിലും വരുന്ന നാമങ്ങൾ ഏതാണ് എന്ന് ഞാൻ ചർച്ച ചെയ്തു പഠിക്കാൻ തുടങ്ങി.
സൂറത്ത് ത്വാഹയിൽ ഉണ്ടാകണം, സൂറത്ത് ആലി ഇംറാനിൽ ഉണ്ടാകണം, സൂറത്തുൽ ബഖറയിലും ഉണ്ടാകണം. സൂറത്തുൽ ബഖറയുള്ള ചില നാമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ആലി ഇംറാനിലില്ല. ചിലത് ആലി ഇംറാനിലുമുണ്ട്, ത്വാഹയിലുമുണ്ട്, പക്ഷെ ബഖറയിലില്ല. ചിലത് ബഖറയിലുമുണ്ട്, ത്വാഹയിലുമുണ്ട്, ആലി ഇംറാനിലില്ല. ചിലത് ബഖറയിലുമുണ്ട്, ആലി ഇംറാനിലുമുണ്ട്, ത്വാഹയിലുമില്ല. എന്നാൽ ഈ മൂന്നിലും ഒരേപോലെ വരുന്ന നാമങ്ങൾ ഏതെന്ന് ഫൽതമസ്തുഹ, ഞാൻ ചർച്ച ചെയ്ത് അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ചപ്പോൾ ഫവജത്തു, എനിക്കതിനെ കാണാൻ സാധിച്ചു. ഫി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലുണ്ട് ആയത്തുൽ കുർസി. ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് റസൂലുള്ള പഠിപ്പിച്ച ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ ആ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് 255-ാമത്തെ ആയത്തിൽ വന്ന അതേ നാമം ആലി ഇംറാനിലും ഉണ്ടാകണം. അങ്ങനെ സൂറത്ത് ആലി ഇംറാനിലെ 2-ാമത്തെ ആയത്തിൽ തന്നെ വഫി സൂറത്തി ആലി ഇംറാൻ ഫാത്തിഹതഹ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം ആലി ഇംറാനിലെ 2-ാമത്തെ ആയത്തിലും ഞാൻ കണ്ടു. വഫി സൂറത്തി ത്വാഹ, അതേ നാമം സൂറത്തു ത്വാഹയിലും ഉണ്ടാകണമല്ലോ. റസൂലുള്ള പറഞ്ഞത് ശരിയാകണമെങ്കിൽ അത് ഞാൻ കണ്ടെത്തി. വഅനത്തിൽ വുജൂഹുലിൽ ഹയ്യിൽ ഖയ്യൂം, 20-ാം അധ്യായം സൂറത്തു ത്വാഹയിലെ 111-ാമത്തെ ആയത്തിൽ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം ഞാൻ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഈ 3 സൂറത്തിലും ഉണ്ടാകണം എന്ന് റസൂലുള്ള പറഞ്ഞ ആ നാമങ്ങൾ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമമാണ് എന്ന് മഹാനായ പണ്ഡിതൻ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പ്രസ്തുത ഹദീസ് ഇമാം ഇബ്നു മാജ റഹിമഹുല്ല ഉദ്ധരിക്കുകയും അൽ ജാമിഉ സഹീഹിൽ അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല എടുത്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഹദീസ് ഇമാം അബൂ ദാവൂദ്, ഇമാം തുർമുദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ തുടങ്ങിയവർ ഉദ്ധരിക്കുകയും അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ല സഹീഹുൻ എന്ന് രേഖപ്പെടുത്തുകയും ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസൻ, ഞാൻ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വറജുലുൻ യുസല്ലി സുമ്മ ദഅ, ഒരാൾ വന്ന് പള്ളിയിൽ നമസ്കരിച്ചു. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ആ അടിമ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക്കൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത അൽ മന്നാനു ബദീഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. ഇദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് യാ ഹയ്യു യാ ഖയ്യൂം എന്നെത്തിയപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉടൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ള എന്നോട് പറഞ്ഞു, ലഖദ് ദഅ അല്ലാഹ ബിസ്മിഹിൽ അലീം, അല്ലാഹുവിനോട് ഏറ്റവും നല്ല നാമം വെച്ചാണ് ആ അടിമ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ, അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. വ ഇദാ സുഇല ബിഹി അഅത, അതുകൊണ്ട് ചോദിച്ചാൽ നൽകുകയും ചെയ്യും. ചോദിച്ചാൽ കിട്ടുമെന്നുറപ്പുള്ള, പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പിക്കാവുന്ന നാമം വെച്ചാണ് കേട്ടോ ആ അടിമ പ്രാർത്ഥിച്ചത് എന്ന് എന്നോട് പറഞ്ഞു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസ് ഈ വിഷയത്തിലുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസാണ്. അസ്മാ ബിൻത് യസീദ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇസ്മുല്ലാഹിൽ അഅ്ലം ഫി ഹാതൈനിൽ ആയതൈനി, 2 ആയത്തുകളിലാണ് ഇസ്മുല്ലാഹിൽ അഅ്ലം വന്നിട്ടുള്ളത്. ഒന്ന് വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം അർ-റഹ്മാനിർ റഹീം എന്ന് അടങ്ങുന്ന ആയത്തും വഫാത്തിഹത്തി സൂറത്തി ആലി ഇംറാൻ അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അർ-റഹ്മാനിർ റഹീമും അൽ ഹയ്യുൽ ഖയ്യൂമുമാണ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമം എന്ന് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. സഹോദരങ്ങളെ, ഇമാം അബൂ ദാവൂദും ഇമാം തുർമുദിയും ഇമാം ഇബ്നു മാജയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള, അൽബാനി റഹിമഹുല്ല സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ റജുലൻ യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അന്നി അഷ്ഹദു അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻതൽ അഹദുസ് സമദുൽ ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഫഖാല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സഅൽതല്ലാഹ ബിസ്മില്ലദി ഇദാ സുഇല ബിഹി അഅ്താ വഇദാ ദുഇയ ബിഹി അജാബ്. ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നുറപ്പുള്ള, പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുമെന്നുറപ്പുള്ള നാമം കൊണ്ടാണ് കേട്ടോ നീ അള്ളാഹുവിനോട് തേടിയിട്ടുള്ളത് എന്ന് ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്നാണ്. അപ്പോൾ വിവിധ വീക്ഷണങ്ങളുള്ള പ്രസ്തുത വിഷയത്തിൽ സ്വഹീഹായി വന്ന 4 ഹദീസുകളാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത്. ഒന്ന് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് അടങ്ങുന്ന ഹദീസാണ്. മറ്റൊന്ന് യാദൽ ജലാലി വൽ ഇക്റാം അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ഉൾപ്പെടുന്ന ഹദീസാണ്. മറ്റൊന്ന് അർ റഹ്മാനുർ റഹീം അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ഉൾപ്പെടുന്ന ഹദീസാണ്. മറ്റൊന്ന് അൽ അഹദുസ് സമദുൽ ലദി ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന നാമങ്ങൾ അടങ്ങുന്ന ഹദീസാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഈ വിഷയത്തിൽ 40-ലധികം വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. 40-ലധികം വീക്ഷണങ്ങൾ. ഇമാം സുയൂത്തി റഹ്മഹുല്ല അദ്ദുറുൽ മുനല്ലം ഫിസ്മില്ലാഹിൽ അഅ്ലം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 20 അഭിപ്രായങ്ങൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ വീക്ഷണങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ലൈലത്തുൽ ഖദറിനെ പോലെയാണ് നമ്മൾ അതിനെ സ്വീകരിക്കേണ്ടത്. ലൈലത്തുൽ ഖദർ ഒറ്റയിട്ട രാവുകളിലാണ് എന്നും അവസാനത്തെ 10-ലാണ് എന്നുമൊക്കെ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു രാത്രിയിൽ മാത്രം പ്രതീക്ഷിക്കാതെ അവസാനത്തെ 10 മുഴുവനായും സാധിക്കുമെങ്കിൽ അങ്ങനെ, ഇനി അതിന് സാധ്യമല്ലെങ്കിൽ ഒറ്റയിട്ട രാവുകളിലെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നത് പോലെ ഈ 4 ഹദീസിലും വന്ന എല്ലാ നാമങ്ങളും അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ നാമങ്ങളായി കണ്ട് അവയെ മുൻനിർത്തി നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുകയും നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് വാങ്ങുകയും ചെയ്യാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഏതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ് ആ സമയത്ത് എന്ന് പറഞ്ഞത് അസ്റിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലാണ് എന്നും, ഇമാമ് മിമ്പറിൽ ഇരിക്കുന്ന 2 ഖുതുബയുടെ ഇടയിലുള്ള ചെറിയ സമയമാണ് എന്നുമൊക്കെ വിവിധ വീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? ആ 2 സമയവും ഉപയോഗപ്പെടുത്തുക. സാധിക്കുമെങ്കിൽ വെള്ളിയാഴ്ചയുടെ പകലിൽ മുഴുവൻ പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ് ഒരടിമ ചെയ്യേണ്ടത്. എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഈ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ കാര്യത്തിൽ പിഴച്ചുപോയിട്ടുള്ള 2 കക്ഷികളാണ് സൂഫികളും ഷിയാക്കളും. ഷിയത്തുകളും അതുപോലെ തന്നെ സൂഫികളും അള്ളാഹുവിൻ്റെ ഈ അതിമഹത്തായ നാമത്തിൻ്റെ വിഷയത്തിൽ പിഴച്ചുപോയ ആളുകളാണ്. അവർക്കതിൻ്റെ പേരിൽ പല കള്ളക്കഥകളുമുണ്ട്. ചില ഷെയ്ഖുമാർക്ക്, സൂഫികൾക്ക്, ചില ഷെയ്ഖന്മാർക്ക് മാത്രമേ അതറിയുകയുള്ളൂ എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒളിപ്പിക്കപ്പെട്ട രഹസ്യമാണ് അത് എന്ന് പറയുന്നവരുണ്ട്. അതിനവർ പറയുന്ന ഒരു കള്ള ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനയുടെ അടുക്കലിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇസ്മുല്ലാഹിൽ അഅ്ലം പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ പ്രവാചകൻ അത് ഇങ്ങനൊരു നാമമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു എന്നാണ്, എങ്കിൽ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു അത്രേ, അത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പാമര ജനങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് നിനക്ക് പഠിപ്പിച്ചു തരൂല എന്ന് പറഞ്ഞു എന്നാണ് കള്ളക്കഥ. എന്നിട്ട് അത് ചില ഷെയ്ഖുമാർക്ക് മാത്രം അറിയും എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതെല്ലാം തെറ്റായ പ്രചരണമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇമാം നവവി റഹിമഹുല്ലയെ പോലുള്ള, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയെ പോലുള്ള, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമമാണ് ഇന്നത്തെ ചർച്ചാ വിഷയമായി നമ്മൾ എടുക്കുന്നത്. അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന അള്ളാഹുവിൻ്റെ 2 നാമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് ആ വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം. ലിദ്ദു മയ്യിത്തിൻ, മരിച്ചവൻ എന്നതിൻ്റെ വിപരീതം, അഥവാ ജീവിച്ചിരിക്കുന്നവൻ, ജീവനുള്ളവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നമ്മളും ഇപ്പോൾ ജീവനുള്ളവനാണ്, പക്ഷേ നമുക്ക് മുമ്പ് ജീവൻ ഉണ്ടായിരുന്നില്ല, നമുക്ക് എപ്പോഴും ജീവൻ ഉണ്ടാവുകയും ഇല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി മുമ്പേ ജീവനുള്ള, ഒരിക്കലും ജീവിതം അവസാനിക്കാത്ത, ജനിക്കാത്ത, മരിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് യോജിച്ച ഹയാത്തുള്ളവനാണ് അൽ ഹയ്യായ അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകൾ ഇങ്ങനെ എടുത്തു പരിശോധിക്കുമ്പോൾ ആ നാമങ്ങളുണ്ടോ ആയത്തിന് മഹത്വം കൂടുകയാണ്.
ആ നാമമുണ്ടോ ദിക്റിന് മഹത്വം കൂടുകയാണ്. ആ നാമമുണ്ടോ പ്രാർത്ഥനയ്ക്ക് മഹത്വം കൂടുകയാണ്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് തുടർന്ന് വിശദീകരിക്കണം. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തിൽ ഈ 2 നാമങ്ങൾ വന്നു എന്നത് മാത്രം മതി ഈ നാമങ്ങളുടെ പോരിശ മനസ്സിലാക്കാൻ. ഖുർആനിലെ ഏറ്റവും മഹത്തായ നാമം ഏതാ? ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്തേതാ? ആയത്തിൽ കുർസിയാണ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിന് വിവിധ പോരിശകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. 5 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർമ്മപ്പെടുത്താം. 1, ഏറ്റവും മഹത്തായ ആയത്ത് എന്ന കാര്യമാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് അബുൽ മുന്തിർ എന്നാണ്. അബുൽ മുന്തിർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള സമയത്ത് റസൂലുള്ളാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബൽ മുന്തിർ, അബുൽ മുന്തിറേ, അതദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം, നിന്റെ കയ്യിലുള്ള അള്ളാഹിന്റെ ഖുർആനിലെ, വിശുദ്ധ ഖുർആനിലെ, അള്ളാഹുവിന്റെ കലാമിലെ ഏറ്റവും മഹത്തായ ആയത്ത് ഏതെന്ന് നിനക്കറിയുമോ? ഖാല, അദ്ദേഹം പറയാണ്, ഖുൽതു അല്ലാഹു റസൂലു അഅലം, ആദ്യം ഞാൻ പറഞ്ഞു അള്ളാഹുവിനും റസൂലിനുമാണല്ലോ അറിയുക എന്ന്. പക്ഷേ റസൂലുള്ളാഹ് വീണ്ടും എന്നോട് ചോദിച്ചു, യാ അബൽ മുന്തിർ, അതദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅ്ലം, ഏതായത്താണ് ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് നിനക്കറിയുമോ? ഖാല, അദ്ദേഹം പറയാണ്, ഖുൽതു, വീണ്ടും റസൂലുള്ളാഹ് അങ്ങനെ ചോദിക്കാന്ന് കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഓതി കൊടുത്തു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തിൽ കുർസി ഞങ്ങൾ ഓതിക്കൊടുത്തു. അദ്ദേഹം പറയാണ്, ഫളറബ ഫീ സുദിരി, പ്രവാചകന്റെ നെഞ്ചിലൊന്ന് കൊട്ടി, എന്നെ ഒന്ന് അഭിനന്ദിച്ചു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ലിയഹ്നിക്കൽ ഇൽമു അബൽ മുന്തിർ, നിന്റെ ഈ അറിവ് നിന്നെ രക്ഷപ്പെടുത്തും അബുൽ മുന്തിറെ. നിന്റെ ഈ വിവരമുണ്ടല്ലോ, നിന്റെ ഈ ഇൽമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തുകളിലെ 30-ലധികം ജുസ്ഇലെ 114 സൂറത്തുകളിലെ ഏറ്റവും മഹത്തായ ആയത്ത് അൽ ബഖറയിലെ 255 എന്ന ആയത്തിൽ കുർസിയാണ് എന്ന നിന്റെ ഈ അറിവുണ്ടല്ലോ, അത് നിനക്ക് സ്വർഗം തരും, നിന്നെ രക്ഷപ്പെടുത്തും, നിനക്ക് സമാധാനം തരും എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരിക്കൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചെന്നിട്ട് പറയാണ്, ഉബയ്യേ, നിനക്ക് ലം യകുനില്ലദീന കഫറു എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബയ്യിന ഓതിത്തരാൻ അള്ളാഹു എന്നോട് വഹ്യ് തന്നിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, റസൂലേ, എൻ്റെ പേര് പറഞ്ഞിട്ടാണോ, എൻ്റെ പേര് പറഞ്ഞ് എനിക്ക് ഓതിത്തരാനാണോ അള്ളാഹു നൽകിയ വഹ്യ്? റസൂലുള്ളാഹി പറയുകയാണ്, ഉബയ്യേ, നിന്റെ പേര് പറഞ്ഞിട്ട് നിനക്കോതിത്തരാൻ അള്ളാഹു എനിക്ക് വഹ്യ് നൽകി എന്ന് പറഞ്ഞ് സൂറത്തുൽ ബയ്യിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് അഖ്റഉഹും ഫീ കിതാബില്ലാഹ്, ജനങ്ങളിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം നന്നായി അറിയുന്നവൻ, ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ സാധിക്കുന്നവൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് അവിടുന്ന് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമുക്കറിയാവുന്ന കാര്യമാണ്, ആയത്തിൽ കുർസിയിൽ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമമുള്ളത് കൊണ്ട് ആണ് ആ ആയത്ത് ഏറ്റവും മഹത്തായ ആയത്തായത് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ശൈഖ് അബ്ദുർ റസാഖ് ഇബ്നു അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ ഇന്നും ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. മസ്ജിദുൻ നബവിയിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും ക്ലാസ് എടുക്കുന്ന പണ്ഡിതനാണ്. ചില സന്ദർഭങ്ങളിൽ ആഴ്ചയിൽ 2-3 ദിവസം ആയിരങ്ങൾ പങ്കെടുക്കുന്ന ക്ലാസ് എടുക്കുന്ന ഷെയ്ഖാണ്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലയുടെ മകനാണ്. ഉപ്പയും മകനും വലിയ പണ്ഡിതന്മാരാണ്. അല്ലാമ നാസിറുദ്ദീൻ അൽബാനിയുടെ ശിഷ്യന്മാരാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം രചിച്ചു. ഏത് വിഷയത്തിൽ? ആയത്തുൽ കുർസിയുടെ പേരിൽ മാത്രം. ആയത്തുൽ കുർസി വ ബറാഹീനു തൗഹീദ് എന്ന പേരിൽ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. അതിൽ ആയത്തുൽ കുർസിയുടെ മഹത്വം അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന അള്ളാഹുവിന്റെ നാമം ഉൾക്കൊണ്ടു എന്നത് മാത്രം മതി ഈ ആയത്തിന്റെ പോരിശ വർദ്ധിക്കാൻ എന്നാണ്. സഹോദരങ്ങളെ, മറ്റൊന്ന്, 5 നേരത്തെ നമസ്കാര ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അൻ അബി ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു, മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ, ഓരോ ഫർള് നമസ്കാര ശേഷവും ആരെങ്കിലും ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ
ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. അവന് സ്വർഗപ്രവേശനത്തിന് മരിക്കണം എന്നതല്ലാതെ തടസ്സമില്ല. മരിച്ചു കിട്ടണം, അതാണ് ഇപ്പോൾ പിന്നെ സ്വർഗത്തിൽ പോകാനുള്ള ഏക തടസ്സം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, പിശാചിൽ നിന്ന് സുരക്ഷ നൽകുന്ന ആയത്താണ് ആയത്തുൽ കുർസി. ദീർഘമായൊരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പൊതുമുതൽ സൂക്ഷിച്ച സമയത്ത് രാത്രിയിൽ ഒരാൾ വന്ന്, നിനക്ക് പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ, നിനക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളും ശല്യങ്ങളും ഇല്ലാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുൽ കുർസി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക ശൈത്വാൻ, ആ മനുഷ്യരൂപത്തിൽ വന്ന ആള് പിശാചാണ്. വഹുവ കെദൂബ്, അവൻ പെരും കള്ളനാണ്, നുണ പറയുന്നവനാണ്. ഇപ്പറഞ്ഞത് സത്യമാണ്, ആള് കള്ളനാണ്, ആള് നുണയനാണ്. പിശാജ് വന്ന് നുണ പറയുന്നവനാ, പക്ഷെ ഈ പറഞ്ഞത് ശരിയാണ്. ആയത്തുൽ കുർസി പിശാജിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പ്രത്യേകം പഠിപ്പിക്കുകയും അങ്ങനെ ചൊല്ലിയാൽ പിശാജ് സമീപിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് ആയത്തുൽ കുർസി. മൻ ഖാലഹ ഹീന യുംസി, ആരെങ്കിലും വൈകുന്നേരത്ത് ആയത്തുൽ കുർസി ഓതിയാൽ ഉജീറ മിന്നാ ഹത്താ യുസ്ബിഹ, പിശാചിൽ നിന്ന് നേരം പുലരുന്നതുവരെ അവന് രക്ഷയുണ്ടാവും, കാവലുണ്ടാകും. ആരെങ്കിലും ആയത്തുൽ കുർസി രാവിലെ പാരായണം ചെയ്താൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് അവന് കാവലുണ്ടാകും. ചില ഹദീസിൽ കാണാം, വലാ യഖറബുക ശൈത്താനുൻ, പിശാച് അവനെ സമീപിക്കുക പോലും ചെയ്യില്ല രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി ഓതിയാൽ. അതാണ് നാലാമത്തെ കാര്യം, രാവിലെയും വൈകുന്നേരവും ആയത്തുൽ കുർസി ഓരോ തവണ ഓതുക എന്നത്. മറ്റൊന്ന്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അവൈത ഇലാ ഫിറാഷിക, നിന്റെ വിരിപ്പിൽ നീ അഭയം പ്രാപിച്ചാൽ, നീ ഉറങ്ങാൻ കിടക്കാൻ ചെന്നാൽ, ഫഖ്റ ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതണം. എന്നിട്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി ഓതി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ തഖ്തിമല്ലായ, ആയത്തിന്റെ അവസാനം വരെ ഓതിയിട്ട് ഫഇന്നക ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിൾ, എങ്കിൽ നേരം പുലരുവോളം അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാവൽക്കാരൻ നിന്റെ കൂടെ ഉണ്ടാകും, ഒരു സംരക്ഷകൻ നിന്റെ കൂടെ ഉണ്ടാകും. അപ്പൊ സുഹൃത്തുക്കളെ, ആയത്തുൽ കുർസി ഒരു ദിവസം എത്ര തവണ ഓതണം? 8 തവണ ഒരു വിശ്വാസി പാരായണം ചെയ്യണം. രാവിലെയും വൈകുന്നേരവും ഓരോ തവണ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ, ഓരോ ഫർള് നമസ്കാരത്തിൻ്റെയും ശേഷം ഓരോ തവണ. ഇങ്ങനെ 8 തവണ ഒരു ദിവസം പാരായണം ചെയ്യാൻ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിൻ്റെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമമുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്താണ് ഈ ഹയ്യ് എന്ന നാമത്തിൻ്റെ പ്രത്യേകത? അള്ളാഹുവിൻ്റെ അൽ ഹയാത്ത് എന്ന വിശേഷണത്തെയാണ് അത് സ്ഥാപിക്കുന്നത്. ഇല്ലായ്മ മുൻകടക്കാത്ത, നാശമോ മരണമോ വന്നുഭവിക്കാത്ത, കുറവോ ന്യൂനതയോ ഏൽക്കാത്ത പരിപൂർണമായ ജീവനുള്ളവൻ എന്നാണ് അൽ ഹയ്യ് എന്ന നാമത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, ഇല്ലായ്മ മുൻകടക്കാത്ത, നാശമോ മരണമോ വന്നുഭവിക്കാത്ത, കുറവോ ന്യൂനതയോ ഏൽക്കാത്ത പരിപൂർണമായ ഹയാത്തുള്ളവൻ. വ്യത്യസ്ത അറബി ലഫ്ദുകളുടെ ആശയമാണ് ചുരുക്കി പറയുന്നത്. അറിവ്, കേൾവി, കാഴ്ച, കഴിവ്, കാരുണ്യം, ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കൽ തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വിവിധ വിശേഷണങ്ങളുടെ സമ്പൂർണതയാണ് അൽ ഹയ്യ് എന്ന നാമം. അവൻ്റെ ജീവൻ പുതുതായി ഉണ്ടായതല്ല, ജീവിതത്തിനു ശേഷം ഒരു മരണം അവന് വന്നു ഭവിക്കുകയുമില്ല. കാരണം അവൻ അൽ ഹയ്യാണ്, എപ്പോഴും ജീവനുള്ളവനാണ്. പുതുതായി ജീവിതം ഉണ്ടായതല്ല, അവൻ്റെ ജീവിതം അവസാനിക്കുകയുമില്ല. അതാണ് നമ്മൾ ഹൈ തന്നെയാണ് ഇപ്പോൾ, പക്ഷെ മുമ്പ് ഹൈ അല്ലായിരുന്നു. ഇനി കുറെ കഴിഞ്ഞാൽ ഹൈ ആവുകയും ഇല്ല. എങ്കിൽ അള്ളാഹു അൽ ഹയ്യ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വരിക. വിശുദ്ധ ഖുർആനിൽ 5 സ്ഥലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ അൽ ഹയ്യ് എന്ന നാമം വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 5 ആയത്തുകളിൽ അൽ ഹയ്യ് എന്ന നാമം വന്നിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ അവ പറഞ്ഞു പോകാം. 1 സൂറത്തുൽ ബഖറയിലെ 255 ആയത്തുൽ കുർസിയിൽ, 2 സൂറത്തു ആലി ഇമ്രാനിലെ 2 നേരത്തെ നമ്മൾ പറഞ്ഞത്, 3 സൂറത്ത് ത്വാഹയിലെ 111,
20-ാം അധ്യായം 111, 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 58, 40-ാം അധ്യായം സൂറത്തു ഗാഫിറിലെ 65. ഈ 5 സ്ഥലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ അൽ ഹയ്യു, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നർത്ഥമുള്ള നാമം വന്നിട്ടുള്ളത്. എവിടെയൊക്കെയാണ്? സൂറത്തുൽ ബഖറ 255, സൂറത്തു ആലി ഇമ്രാൻ 2, സൂറത്തു ത്വാഹ 111, സൂറത്തുൽ ഫുർഖാൻ 58, സൂറത്തു ഗാഫിർ 65 എന്നീ നാമങ്ങളിലാണ്, എന്നീ ആയത്തുകളിലാണ് അള്ളാഹുവിൻ്റെ അൽ ഹയ്യ് എന്ന നാമം വന്നിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ നാമങ്ങൾ ഓരോന്നും എടുത്തു നോക്കുമ്പോൾ, ഈ നാമങ്ങൾ വന്നിട്ടുള്ള ആയത്തുകളുടെ ആശയം എടുത്തു നോക്കുമ്പോൾ എത്ര വിശാലമായ അർത്ഥമാണ് അതിലടങ്ങിയിട്ടുള്ളത് എന്ന് നോക്കൂ നിങ്ങൾ. സൂറത്തുൽ ബഖറയിലെ 2-ാം അധ്യായം, സൂറത്തുൽ ബഖറയിലെ ആയത്തുൽ കുർസിയുടെ മഹത്വവും വിശദീകരണവും ഞാൻ പറയുന്നേയില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. ആലി ഇമ്രാനിൽ തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. എന്നാൽ സൂറത്തു ത്വാഹയിലെ 111 അള്ളാഹു പറഞ്ഞു വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം വഖദ് ഖാബ മൻ ഹമല ദുൽമാ. വഅനതിൽ വുജൂഹ്, മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുന്നു, ലിൽ ഹയ്യിൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മുന്നിൽ എല്ലാ മുഖങ്ങളും കീഴൊതുങ്ങിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ അവസാന ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് അൽ ഖയ്യൂം എന്ന നാമത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. അൽ ഖയ്യൂം എന്ന നാമം, ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, ഖയ്യൂം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു അൽ ഖായിമു ബിനഫ്സിഹി, സ്വയം നിലനിൽക്കുന്നവൻ, മല്ലാ തഖൂമുൽ അഷ്യാഉ ഇല്ലാ ബിഹി, അവനെ കൂടാതെ മറ്റാർക്കും നിലനിൽക്കാൻ കഴിയാത്തവൻ. അള്ളാഹു ഖയ്യൂമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വയം നിലനിൽക്കുന്നവനും മറ്റെല്ലാം നിലനിൽക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളവനും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? സ്വയം നിലനിൽക്കുന്നവനുമാണ്, ബാക്കി എന്തും ഇവിടെ നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവനാണ് അൽ ഖയ്യൂമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. സ്വയം നിലനിൽക്കുകയും മറ്റെല്ലാത്തിനെയും നിയന്ത്രിച്ച് നിലനിർത്തുകയും ചെയ്യുന്നവൻ എന്നാണ് ഖയ്യൂം എന്ന വാക്കിൻ്റെ അർത്ഥമായി, വിവക്ഷയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വയം നിലനിൽക്കുന്നതിനാൽ മറ്റൊരാളെയും ആശ്രയിക്കേണ്ടി വരാത്തവനും, എല്ലാം നിയന്ത്രിക്കുന്നതിനാൽ എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്നവനുമാണ് അൽ ഖയ്യൂം. എങ്ങനെ? സ്വയം നിലനിൽക്കുന്നതിനാൽ മറ്റൊരാളെയും ആശ്രയിക്കേണ്ടി വരാത്തവൻ, എല്ലാം നിയന്ത്രിക്കുന്നതിനാൽ എല്ലാവർക്കും ആശ്രയിക്കേണ്ടി വരുന്നവൻ, അവനാണ് അൽ ഖയ്യൂം. അപ്പോൾ അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് ഖയ്യൂം എന്ന നാമം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ് എന്ന ആശയം കൂടി അൽ ഖയ്യൂം എന്ന നാമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഖതാദ റഹിമഹുല്ല പറയുകയാണ്, തൻ്റെ പടപ്പുകളുടെ ജനന മരണങ്ങളും കർമ്മങ്ങളും ഉപജീവന മാർഗങ്ങളും ഏറ്റെടുത്ത് അവ നൽകി നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നവനാണ് അൽ ഖയ്യൂം. മനുഷ്യരുടെ ജനനം മരണം, അവരുടെ ഉപജീവനം, അവരുടെ കർമ്മങ്ങൾ, അവർക്കാവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ച് നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നവൻ, അവനാണ് അൽ ഖയ്യൂമായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നർത്ഥം. സുഹൃത്തുക്കളെ, ഈ 2 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയുടെ മഹത്വമായി പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ കൂടി അതിലേക്ക് ചേർത്തി മനസ്സിലാക്കുമ്പോഴാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പം നേരത്തെ പറഞ്ഞു അൽ ഹയ്യ് എന്ന നാമം ഖുർആനിൽ 5 തവണയാണ് വന്നിട്ടുള്ളതെങ്കിൽ അൽ ഖയ്യൂം എന്ന നാമം ഖുർആനിൽ 3 സ്ഥലത്താണ് വന്നിട്ടുള്ളത്. ആ 3 ഏതാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ആദ്യത്തെ 3 ആയത്തുകളാണ് അൽ ബഖറയിലെ 255, ആലു ഇമ്രാനിലെ 2, ത്വാഹയിലെ 111. എന്ന് പറഞ്ഞാൽ ഖയ്യൂം എന്ന നാമം വന്നപ്പോഴൊക്കെയും അൽ ഹയ്യ് എന്ന നാമത്തിൻ്റെ കൂടെ മാത്രമേ വന്നിട്ടുള്ളൂ ഖുർആനിൽ. വിശുദ്ധ ഖുർആനിൽ അൽ ഖയ്യൂം എന്ന നാമം വന്നപ്പോഴൊക്കെയും
അൽ ഹയ്യ് എന്ന നാമത്തിന്റെ കൂടെ ചേർന്നാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് നാമങ്ങളും പരസ്പര പൂരകങ്ങളാണ് എന്നർത്ഥം. ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ ഹയ്യ് വന്നപ്പോൾ 3 സ്ഥലങ്ങളിലാണ് ഖയ്യൂം എന്ന നാമം വന്നിട്ടുള്ളത്. അൽ ഹയ്യും അൽ ഖയ്യൂമും ചേർന്ന് വന്നിട്ടുള്ള പ്രാർത്ഥനകൾ ചിലത് നമുക്ക് നോക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യതഹജ്ജദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉണർന്നെഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കരിക്കുമായിരുന്നു. ഖാല, ആ സമയത്ത് അവിടുന്ന് തൻ്റെ തഹജ്ജുദ് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർള് വമൻ ഫീഹിന്ന. ദീർഘമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, അൻത ഖയ്യിമുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവൻ നീയാണ് റബ്ബേ, ഖയ്യിമായവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവേ നീ മാത്രമാണ് റബ്ബേ. ആകാശങ്ങൾ നിയന്ത്രിക്കുന്നവൻ, ഭൂമിയെ അടക്കി ഭരിക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകം പറയുമായിരുന്നു. വമൻ ഫീഹിന്ന, അവക്കിടയിലുള്ളതിനെയും നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവേ നീ മാത്രമാണ്. അപ്പൊ ലോകത്തിന്റെ നിയന്താവ് അല്ലാഹു അല്ലാത്ത മറ്റു ഏതെങ്കിലും വ്യക്തികളോ ശക്തികളോ ആണ് എന്ന വിശ്വാസം ഖുർആനിന് എതിരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കെതിരാണ്. വിമാനങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ നിയന്ത്രിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ നാമങ്ങളിൽ പങ്കുചേർക്കലാണ്, അവന്റെ വിശേഷണങ്ങളിൽ ശിർക്ക് വെക്കലാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും അധികം ആളുകൾ പിഴച്ചു പോയ ഒരു രംഗമാണ് അസ്മാഉല്ലാ. അള്ളാഹുവിന്റെ നാമങ്ങളിൽ എത്ര ആളുകളാണ് പങ്കു ചേർക്കുന്നത്. അള്ളാഹു അത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ വന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കാരത്തിൽ പ്രത്യേകം പറയും, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, ആകാശങ്ങളെയും ഭൂമിയെയും അതിനിടയിലുള്ളതിനെയും നിയന്ത്രിക്കുന്നവൻ നീയാണ് റബ്ബേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന സഹീഹുൽ ജാമിഉൽ അൽബാനി റഹിമഹുല്ലാ 5820 നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാണ്, മാ യംനഉകി അൻ തസ്മഇ മാ ഊസികി ബിഹി, ഞാൻ നിനക്ക് വസിയത്ത് ചെയ്യുന്നത് എന്താ ഇപ്പൊ നിനക്കൊന്ന് കേട്ട് പഠിച്ചാല്? ഞാൻ നിനക്കൊരു വസിയത്ത് തരാം, അത് കേട്ട് പഠിച്ച് പകർത്താൻ നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, അൻ തഖൂലി, നിനക്ക് പറഞ്ഞുകൂടെ, ഇദാ അസ്ബഹതി വ ഇദാ അംസൈതി, നേരം വെളുക്കുന്ന സമയത്തും വൈകുന്നേരമാകുന്ന സമയത്തും നിനക്ക് പറഞ്ഞുകൂടെ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഈ വാചകം വരുന്ന വ്യത്യസ്ത പ്രാർത്ഥനകളുണ്ട്. ഇവിടെ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനാ വാചകം ഇപ്രകാരമാണ്, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസു, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ കഴിയൂല. പൊടുന്നനെ പെട്ടെന്ന് അവന്റെ കോപങ്ങളും നിഖ്മത്തുകളും സഖ്തുകളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലയളവിൽ, ഈ ഒരു ദിവസങ്ങളിൽ അതൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, അറിഞ്ഞതാണ്, വായിച്ചതാണ്. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ മൂടി പുതക്കുമാകാരാകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് പറയുകയുണ്ടായി, ഖാരിബു വസദ്ദിദു വഅലമു അന്നഹു ലയൻജു അഹദും മിൻകും ബിഅമലിഹി, നിങ്ങൾ അള്ളാഹുവിലേക്ക് നന്നായി അടുത്തോളൂ, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ, എപ്പോഴും മിതത്വം പാലിച്ചോളൂ, തഖ്വയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോയിക്കോളൂ. വഅലമു, അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ലയൻജു അഹദും മിൻകും ബിഅമലിഹി,
നിങ്ങൾ എത്ര അമല് ചെയ്താലും അമല് കൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് ഒരാൾക്കും തൻ്റെ അമലുകൊണ്ട് മാത്രം രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ തിരിച്ചു ചോദിക്കുകയുണ്ടായി, വല അൻത യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ താങ്കളും അമലുകൊണ്ട് രക്ഷപ്പെടില്ലേ? അതായത് രാത്രിയിൽ ദീർഘനേരം നിന്ന് നമസ്കരിച്ച് കാലിൽ നീരുവരുമാറ് ദീർഘിപ്പിക്കുന്ന പ്രവാചകൻ പോലും അമലുകൊണ്ട് രക്ഷപ്പെടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, വല അന, ഞാനും രക്ഷപ്പെടുകയില്ല, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൽ, അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് ഔദാര്യം കൊണ്ട് എന്നെ മൂടി പുതച്ചാലല്ലാതെ എനിക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അത് സദാസമയവും നമുക്ക് കിട്ടണം. അതിനുള്ള പ്രാർത്ഥനയിലും അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന പേരുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹി ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാറിന്റെ മഹത്വം നമുക്കറിയാം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുന്ന വാക്കിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ് ഞാനും നിങ്ങളും. എത്രത്തോളം വിശുദ്ധ ഖുർആനിൽ 8-ാം അധ്യായം സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകരെ, താങ്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല. പ്രവാചകരെ, അവർ ഇസ്തിഗ്ഫാറിനെ നടത്തുന്നിടത്തോളം കാലം നാം അവരെ ശിക്ഷിക്കുന്നവനാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഈ ഉമ്മത്തിന് 2 സെക്യൂരിറ്റിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഉയർത്തപ്പെട്ടിട്ടുണ്ട്, മറ്റൊന്ന് എന്നെന്നും ഉണ്ടാകും. ഒന്നാമത്തേത് പ്രവാചകനായിരുന്നു, അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറാണ്, അത് എന്നും എന്നുമുണ്ട്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാചകം അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള സുരക്ഷയുമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിലെ ആയത്തിൻ്റെയും പ്രവാചകന്റെ വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇതേപോലെ വിശദീകരിച്ചത് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ അസ്തഗ്ഫിറുല്ലയുടെ കൂടെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം കൂടി വന്നാലോ ഇസ്തിഗ്ഫാറിന്റെ മഹത്വം അങ്ങ് വർദ്ധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാല, ആരെങ്കിലും പറഞ്ഞാൽ, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ ഗുഫിറ ലഹു, അവന്റെ പാപം അവന് പൊറുക്കപ്പെടും. വഇൻ കാന ഖദ് ഫറ മിന സഹ്ഫി, പടയിൽ നിന്ന് തിരിഞ്ഞോടുക എന്ന തെറ്റ് ചെയ്തവനാണെങ്കിലും. ഒപ്പമുള്ളവരെ വഞ്ചിച്ച്, കൂടപ്പിറപ്പുകളെ കൂടെയുള്ളവരെ പറ്റിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നതിനാണ് സഹ്ഫ് എന്ന് പറയുക. ആ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. എന്തേ ആ തെറ്റിനെങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം? 7 മഹാപാപങ്ങളിലെ ഒരു പാപമാണ് പടയിൽ നിന്ന് തിരിഞ്ഞോടൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു അസ്സബ്അൽ മൂബിഖാത്ത്, 7 മഹാപാപങ്ങളെ നിങ്ങൾ വെടിയണം, സൂക്ഷിക്കണം, ഉപേക്ഷിക്കണം. 1 അശ്ശിർക്കു ബില്ലാഹ്, 2 അസ്സിഹ്റു, 3 ഖത്ലുൻ നഫ്സ്, 4 അക്ലു റിബ, 5 അക്ലു മാലിൽ യതീം, 6 അസ്സഹ്ഫു, 7 അൽ ഖദ്ഫു, സദ്വൃത്തരെ കുറിച്ച് അപവാദം പറയൽ. 1 ശിർക്ക്, 2 സിഹർ അഥവാ മാരണം, 3 ഖത്ലുൻ നഫ്സ് അഥവാ മനുഷ്യവധം, 4 അക്ലു റിബ അഥവാ പലിശ ഭുജിക്കൽ, 5 അക്ലു മാലിൽ യതീം അഥവാ അനാഥകളുടെ സ്വത്ത് ഭുജിക്കൽ, 6 അസ്സഹ്ഫു പടയിൽ നിന്ന് തിരിഞ്ഞോടൽ, 7 മുഹ്സനാത്തുകളെ കുറിച്ച്, ഗാഫിലാത്തുകളെ കുറിച്ച്, സദ്വൃത്തരായ നല്ലവരെ കുറിച്ച് അപവാദം പറയൽ. 7 മഹാപാപങ്ങളിലെ ഒരു പാപം എടുത്തു പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്, അതും പുറത്തു കിട്ടും. സാധാരണ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയും ദിക്റുകളുടെയും ദുആകളുടെയും കാരണമായി പൊറുക്കപ്പെടുന്ന പാപങ്ങൾ ഏതാണ്? ചെറുദോഷങ്ങളാണ്. നമ്മുടെ വുളു കൊണ്ട്, നമ്മുടെ ദാനധർമ്മം കൊണ്ട്, നാം ചെയ്യുന്ന മറ്റു സൽക്കർമ്മങ്ങളെ കൊണ്ട്
പൊറുക്കപ്പെടുന്ന പാപങ്ങൾ ചെറുദോഷങ്ങളാണ്, വൻപാപങ്ങളല്ല, കബായിറുകളല്ല, വൻപാപങ്ങളല്ല, സ്വഗായിറുകളാണ്, ചെറിയ പാപങ്ങളാണ്. എന്നാൽ വൻപാപമായ പടയിൽ നിന്ന് തിരിഞ്ഞോടുക എന്ന പാപം പോലും പൊറുക്കപ്പെടുന്ന ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന ദിക്ർ എന്ന് അബൂദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏത് വൻപാപവും ശിർക്കടക്കമുള്ള ജീവിതത്തിൽ സംഭവിച്ച ഏത് പാപവും പൊറുക്കപ്പെടുന്ന 3 നന്മകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. 1 ഹജ്ജ്, 2 ഹിജറ, 3 ഇസ്ലാം. ഒരാൾ മുസ്ലിം ആയാൽ അതുവരെയുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. ഒരാൾ ഹജ്ജ് ചെയ്താൽ അതുവരെയുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. ഒരാൾ ഹിജറ പോയാൽ അതുവരെയുള്ള എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. ഇമാം മുസ്ലിം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിലെ ഒരു അധ്യായത്തിൻ്റെ ഹെഡായി കൊടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകമാണ്. എന്താണത്? ഹിജറയും ഹജ്ജും ഇസ്ലാമും മുൻ പാപങ്ങളെ മുഴുവൻ മായ്ച്ചു കളയും. യഹ്ദിമു മാ കാന ഖബ്ലഹു, മുമ്പുള്ളതിനെ എല്ലാം തകർത്തെറിയും എന്ന വാചകം എടുത്തു കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിഷമം വന്നാൽ, ദുഃഖം വന്നാൽ, വല്ലാത്ത ഒരു എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത മനോവിഷമം വന്നാൽ അവിടുന്ന് പ്രാർത്ഥിച്ച വാചകം എന്താണ്? ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കറബഹു അംറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതെങ്കിലും കാര്യം വിഷമമുണ്ടാക്കിയാൽ, പ്രയാസമുണ്ടാക്കിയാൽ, ഖാല അവിടുന്ന് പറയും, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ അല്ലാഹുവേ, ബിറഹ്മതിക അസ്തഗീസു, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന ഈ നാമത്തെക്കുറിച്ച് നമ്മൾ നന്നായി അറിയണം. ഹയ്യു എന്ന നാമം ഖുർആനിൽ 5 തവണയും ഖയ്യൂം എന്ന നാമം ഖുർആനിൽ 3 തവണയുമാണ് വന്നിട്ടുള്ളത്. ഈ 2 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്താണ് ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്. ഈ 2 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ദിക്റാണ് ഏത് പാപവും പുറത്തു കിട്ടുന്ന ദിക്ർ എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.